الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح എത്രയോ കോടാനുകോടി ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إذا صعد الخطيب على المنبر فلا يتكلمن أحد فمن تكلم فقد لغى ومن لغى فلا جمعة له فاسمعوا وأنصتوا رحمكم الله استمعوا ليغفر الله لنا ولكم ولجميع المسلمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم الله الله أكبر الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله
سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر السلام عليكم ورحمة الله السلام عليكم ورحمة الله പരിശുദ്ധ റമദാൻ അതിൻ്റെ ദിനരാത്രങ്ങൾ നമ്മോട് യാത്രയായി അവസാന ദിനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസക്കാലം പകലന്തിയോളം പകൽ മുഴുവനും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വികാര വിചാരങ്ങളിൽ നിന്ന് മാറി നിന്ന് പ്രത്യേകമായ ചിട്ടയോടുകൂടെ അവൻ ജീവിച്ചു. അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവൻ്റെ മനനങ്ങളിലും ധാർമ്മികമായ പരിവർത്തനം സാധിച്ച് തുറന്നുള്ള ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് തീർച്ചപ്പെടുത്തേണ്ട പ്രതിജ്ഞയെടുക്കേണ്ട ജനങ്ങളിലേക്ക് പെരുന്നാളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ ആഘോഷങ്ങളും പെരുന്നാളുകളും കേവലം ഒരുപാട് ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പി അതല്ലെങ്കിൽ ആർഭാടങ്ങൾ നടത്തിയിട്ടുള്ള ഒരാഘോഷമല്ല ഇസ്ലാം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു തിരിച്ചറിവിൻ്റെ ഒരു പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കം. അതാണ് പെരുന്നാളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നാം സാധ്യമാക്കേണ്ടത്. മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചും വേദനിക്കുന്നവരെ പ്രയാസപ്പെടുന്നവരെ ചേർത്തിപ്പിടിച്ചും സാന്ത്വനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാഹകരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു മാസക്കാലം പട്ടിണി കിടന്നപ്പോൾ വിശപ്പിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ അയൽപ്പക്കത്ത് പട്ടിണി കിടക്കുന്നവർ വിഷമിക്കുന്നവരുണ്ടാകാൻ പാടില്ല. അതിൻ്റെ തുടക്കം എന്നോണം ഓരോ വിശ്വാസിയും പെരുന്നാൾ ആഘോഷിക്കുന്നത് നിർബന്ധദാനമായ ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ടാണ്. അവർ ദിവസത്തിൽ അല്പം ഒരു അരി വിതരണം ചെയ്തത് കൊണ്ട് അവന്റെ ദാനധർമ്മം അന്നത്തോട് അവസാനിക്കുകയില്ല. അന്നത്തോടുകൂടെ ദാനധർമ്മങ്ങൾ അവന്റെ ഉദാരതയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം നമ്മെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ കുടുംബത്തെ മാത്രം പോറ്റിയാൽ പോരാ, നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. നിന്റെ അയൽവാസി അവൻ അമുസ്ലിമാണെങ്കിലും നീ അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു മുത്തുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൊടുക്കലുകൾക്ക്, നമ്മുടെ സ്നേഹവായ്പകൾക്ക്, നമ്മുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്ക് മതങ്ങൾ ഒരു അതിർവരമ്പാകാൻ പാടില്ല. മതങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്തിക്കാൻ ഈ പെരുന്നാൾ കൊണ്ട്, റമദാന് കൊണ്ട് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതോടുകൂടെ റമദാനിൽ ആർജിച്ചെടുത്ത ഏറ്റവും വലിയ ഒരു സംസ്കാരമാണ് നല്ലൊരു സ്വഭാവ രൂപീകരണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇൻ സാബഹു അഹദുൻ ലൗ ഖാതല, ആരെങ്കിലും റമദാനിൽ നിന്നോട് തല്ലുകൂടാൻ വന്നാൽ, നിന്നെ ചീത്ത പറഞ്ഞാൽ, നിന്നെ ആക്ഷേപിച്ചാൽ, ഫൽയഖുൽ ഇന്നി ഷാഇം, സോറി എനിക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞവൻ ഒഴിഞ്ഞു മാറട്ടെ എന്നാണ്. നോമ്പായി പോയി, റമദാനായി പോയി, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം.
ഈ ഒരു മാസക്കാലം ശരിക്കും നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുന്നു, നല്ലൊരു മനുഷ്യനാകാൻ പഠിക്കുന്നു. മനുഷ്യനെ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത്. കലഹങ്ങളില്ലാതെ, കലാപങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വാഹകരായി മാറാൻ റമളാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ രീതിയിൽ പെരുന്നാളിനെ സമീപിക്കാനും പെരുന്നാളിനെ വരവേൽക്കാനും നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്ന് പെരുന്നാൾ റമളാൻ ഷരീഫിലെ വെള്ളിയാഴ്ച ദിവസത്തിലെ പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഈ ദിവസത്തിൽ വെള്ളിയാഴ്ച ജുമയും കഴിഞ്ഞ് എല്ലാ വിശ്വാസികളും നിലകണ്ണുകളോടെ പ്രാർത്ഥനയോടുകൂടെയാണ് പള്ളികളിൽ നിന്ന് അവരുടെ കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ വ്യവഹാരങ്ങളിലേക്ക് മാറിപ്പോയിട്ടുള്ളത്. അസ്സലാമലൈക്കും. ഞാൻ റഫീഖ്, പേരമാൻ ജുമാ മസ്ജിദിൻ്റെ പ്രസിഡന്റാണ്. പരിശുദ്ധമായ റമളാൻ മാസം ഏറ്റവും ആദരവുള്ള മാസമാണ്, നമുക്കെല്ലാം അറിയാം. വളരെ വിശുദ്ധിയോടുകൂടി തന്നെയാണ് നമ്മളെ ഈ മാസത്തെ കാണുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദായ പേരമാൻ ജുമാ മസ്ജിദ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ നോമ്പുതുറകളെല്ലാം നടത്തുന്നത്. ഏകദേശം 400 ആളുകളോളം ഇവിടെ വരാതെ തന്നെ അന്യമായിട്ടുള്ള ആളുകൾ ഇവിടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല വ്യക്തികളും, അന്യവസ്ഥരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഇഫ്താർ സംഗമത്തിന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു മസ്ജിദ് എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده കൊണ്ട് എന്ത് അസുഖമാണെങ്കിലും പടച്ചവനെ റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ മഹലിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ടത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീരകഞ്ഞി വിതരണമാണ്. എല്ലാ മതസ്ഥരും ആ കഞ്ഞി ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമമായ ഒരു മാതൃകയാണ്.